ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലപതി വിജയ് വെങ്കട് പ്രഭു എന്നിവർ ഒന്നിച്ച ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടാറ് പടം തന്നെയാണ്. പക്ഷേ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും സിനിമയുടെ കഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഇതാണ്. അതായത് നമ്മൾ ഈ റോ ഏജൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വിജയും ഒരു ഗ്യാങ്, വിജയ്, പ്രഭുദേവ, ജയറാം പിന്നെ തുടങ്ങിയ ഒരു ഗ്യാങ്, ആ ഗ്യാങ് കുറച്ച് മിഷൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് കിട്ടുന്ന ഓരോ മിഷൻസും കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ആ സിനിമയുടെ ഒരു രീതി. തുടക്കത്തിൽ തന്നെ ഒരു ട്രെയിൻ ഫൈറ്റ് ഉണ്ട്. അതിനുശേഷം അവിടുന്ന് ഒരു എന്താ പറയുന്ന ഒരു കാര്യം, അതായത് ഒരു സംഭവം അവിടുന്ന് അവർ കൈക്കലാക്കുന്നു. അതിനുശേഷം ആ ട്രെയിൻ നശിപ്പിച്ച് അവർ പോകുന്നത് കൂടിയാണ് സിനിമയുടെ തുടക്കം. അവിടെയാണ് വിജയുടെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നല്ല മാസമായിട്ട് തന്നെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അകത്ത് കുറച്ച് ഗ്രാഫിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഗ്രാഫിക്സിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വലിയ ഗ്രാഫിക്സുള്ള സിനിമകൾ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ ചില ഗ്രാഫിക്സുകളൊന്നും നമുക്ക് ചിലർക്ക്, എല്ലാവർക്കും നല്ല, ചിലർക്ക്, എന്നെ സംബന്ധിച്ച് കണ്ടപ്പോൾ ചെറിയ അരോചകം എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിൽ വിജയുടെ AI ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വിജയുടെ ചെറുപ്പവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സീൻസൊക്കെ നമുക്കൊരു ഇച്ചിരി ഒരു വല്ലായ്മ തോന്നി. എന്നിരുന്നാലും കഥയിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് സിനിമ നമുക്ക് കണ്ടിരുന്നു പോകാൻ പറ്റി. പിന്നെ സിനിമയിൽ നല്ല ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. സിനിമയുടെ ഒരു പ്രത്യേകത എന്തായാലും നമ്മുടെ വിജയുടെ ആരാധകർക്ക് അത്യാവശ്യം ആഘോഷിക്കാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഇടിയുണ്ട്, സ്റ്റണ്ടുണ്ട്, പാട്ടുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു ചെറിയ റൊമാൻസ് സീൻസും കാര്യങ്ങളും ഒക്കെ കൂടിയ ഒരു പടമാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിൽ സംവിധായകൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു പരീക്ഷണശാലയും അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അവസാനത്തെ ഭാഗങ്ങളിൽ നമ്മൾക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് വിജയികൾ, അതായത് വിജയ് അപ്പനായിട്ട് ഗാന്ധി എന്നൊരു വിജയും മകനായിട്ട് ജീവൻ എന്ന വിജയും വരുന്നു. അതുകൂടാതെ സിനിമ തീരാറാകുമ്പോഴത്തേക്ക് മറ്റ് ഒന്ന് രണ്ട് വിജയികളൊക്കെ കാണിക്കുന്നു. അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോണിങ് രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരാളെ പോലെ തന്നെ മറ്റൊരാളെ നിർമ്മിക്കുന്ന, ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന അങ്ങനെ ഇറക്കിയേക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഒരു പരീക്ഷണശാലയിൽ പരീക്ഷണം നടന്ന് അതിനുശേഷം അങ്ങനെ ഇറങ്ങിയൊരു സാഹചര്യമാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരു പകുതിയോളം അല്ലെ സിനിമയുടെ ഒരു മധ്യഭാഗത്തായിട്ടോ മറ്റോ ഇത് പ്ലേസ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായേനെ. കാരണം ഒരു നായകൻ വിജയും അതുപോലെ പല വില്ലന്മാരായിട്ടുള്ള വിജയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും കാണുന്ന കാണികൾക്കും പ്രേക്ഷകർക്കും ഭയങ്കരമായ ഒരു ആഘോഷമായിരിക്കും. കാരണം ഒരു വൻ സംഭവം തന്നെയായിരിക്കും. നമ്മൾ പറയുവാണെങ്കിൽ യന്ത്രൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ വില്ലന്മാരായ യന്ത്രന്മാർ വരുന്ന ഒരു സംവിധാനങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സെറ്റപ്പൊക്കെയാണ്. പക്ഷേ സിനിമ തീരാറാകുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ, കാരണം ഇതൊരു സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു സെറ്റപ്പിലേക്കാണ് സംഗതി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ വിജയുടെ നെക്സ്റ്റ് മൂവി, അടുത്തത് ഒരു 69ാമത്തെ ഒരു മൂവിയോട് കൂടി അദ്ദേഹം സിനിമ നിർത്തുകയും രാഷ്ട്രീയത്തിലേക്ക് പോകുകയും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. എന്നിരുന്നാലും സിനിമ മൊത്തത്തിൽ കണ്ടതിൻ്റെ ഒരു സാഹചര്യത്തിൽ പറയണം, നമുക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്ത് കാണിച്ച വിജയുടെ ചെറുപ്പവും കാര്യങ്ങളൊക്കെ കുറച്ച് അരോചകമായിട്ട് തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയാണ്, മറ്റു പലർക്കും അല്ലെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കടുത്ത വിജയ് ഫാൻസുകാർ പോലും വെച്ചാൽ ഒത്തിരി പേരല്ല, നമ്മുടെ കൂടെയുള്ള വിജയ് ഫാൻസുകാർ പോലും അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് തന്നെ സംസാരിച്ച്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ളവർ തന്നെയാണ് സംസാരിക്കുകയുണ്ടായി. അപ്പം എന്നിരുന്നാലും ഞാൻ സിനിമ മുഴുവൻ കണ്ട അതിൻ്റെ പ്ലോട്ട് നല്ലതായിരുന്നു, നല്ല ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ, എല്ലാ സിനിമകളും ഒരുപോലെ 100% പെർഫെക്റ്റ് ആകണമെന്നില്ലല്ലോ. കുറച്ച് ഭാഗങ്ങൾ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നി. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകാനുള്ളൊരു സെറ്റപ്പിലേക്കാണ് വെങ്കട് പ്രഭു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിൽ ഒരു 1.5 പടമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വിജയ് ഫാൻസിന് തന്നെ ആഘോഷിക്കാവുന്ന രീതിയിൽ വൻ സെറ്റപ്പ് തന്നെ ഈ സിനിമയിൽ വെങ്കട് പ്രഭു മുന്നോട്ടേക്ക് കണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് സിനിമ തീരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ സിനിമയിൽ ജയറാമിൻ്റെ ക്യാരക്ടറുണ്ട്, അതായത് വിജയുടെ ബോസായിട്ട് വരും. വിജയൊക്കെ ഒരു റോ പോലത്തെ ഒരു ഏജൻസിയാണല്ലോ, അതിൻ്റെ ഒരു തലവനായിട്ടാണ് ജയറാമിൻ്റെ ഒരു നല്ല ക്യാരക്ടറാണ്. പിന്നെ പ്രഭുദേവയുടെ ക്യാരക്ടർ,
പിന്നെ മലയാളിയായ അജ്മൽ അമീറുണ്ട്. അദ്ദേഹം ഇവരുടെ കൂടെ തന്നെയുള്ളതാണ്. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ പിന്നെ എന്താ പറയുക, ഒരു വൺ ടൈം വാച്ചബിൾ ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വിജയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന കളക്ഷൻസൊക്കെ കിട്ടും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ 300 crore, അതായത് 300 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം വിജയുടെ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം തന്നെ 300 കോടിയോടെ അടുത്ത് അല്ലെങ്കിൽ അതിനപ്പുറം തന്നെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ മികച്ചതല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊരു നിലയിലാണെങ്കിൽ പോലും വിജയ് എന്ന ബ്രാൻഡ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ആ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോയി കണ്ട് അതത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും വൻ രീതിയിലുള്ള കളക്ഷൻസൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗോട്ട് എന്ന സിനിമ ഒരു സെക്കൻഡ് പാർട്ട് വരുകയാണെങ്കിൽ അതൊരു വൻ സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ സംവിധായകൻ്റെ മനസ്സിലും നായകനായ വിജയുടെ, അതായത് തലപതി വിജയുടെ മനസ്സിലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടോ, അതിനി എപ്പോഴത്തേക്കാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.